കുര്യാക്കോസഹദാ നിൻ ചരിതം ശ്രേഷ്ഠം. ബാല്യത്തിൽ നിന്നുടയോനായി ജീവനതർപ്പിച്ചോനാകും നിൻ പ്രാർത്ഥന ഞങ്ങൾക്കഭയം. കുര്യാക്കോസഹദാ നിൻ ചരിതം ശ്രേഷ്ഠം. ബാല്യത്തിൽ നിന്നുടയോനായി ജീവനതർപ്പിച്ചോനാകും നിൻ പ്രാർത്ഥന ഞങ്ങൾക്കഭയം. മാതാവിൻ മടിയിൽ ലാളിതനായപ്പോൾ രാജൻ കയ്യാൽ ബന്ധിതനായി രക്തം ചീന്തി ബലിയായി തീർന്നോനാം സഹദാധന്യൻ. മാതാവിൻ മടിയിൽ ലാളിതനായപ്പോൾ രാജൻ കയ്യാൽ ബന്ധിതനായി രക്തം ചിന്തി ബലിയായി തീർന്നോനാം സഹദാധന്യൻ. സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നവനാര്? ഞെരുക്കമോ ബന്ധനമോ പീഡയോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ? നിന്നെ പ്രതി ഞങ്ങൾ നിത്യവും മരിക്കുന്നു. അറക്കുവാനുള്ള ആടുകൾ എന്ന പോലെ ഞങ്ങൾ കാണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങളെ സ്നേഹിച്ചവൻ മൂലം ഇവയിലൊക്കെ ഞങ്ങൾ ജയിച്ചുമിരിക്കുന്നു. എനിക്ക് ബോധ്യമായിരിക്കുന്നു. ആമേൻ. ആഹായി പറക്കുമോ പരിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ
ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന മർക്കോസ് സബ്രോനു എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വന്നുവന്നുമാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനമാ ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ജനക്കൂട്ടത്തെയും തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ച് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ആരാണോ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത് അവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിനു വേണ്ടിയും തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ രക്ഷിക്കുന്നു. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ എന്ത് പ്രയോജനം? അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായി എന്താണ് കൊടുക്കുക? എന്തുകൊണ്ടെന്നാൽ പാപവും വ്യഭിചാരവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെക്കുറിച്ചും എൻ്റെ വചനങ്ങളെക്കുറിച്ചും നാണിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരോടുകൂടെ പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും നാണിക്കും. എന്നിപ്രകാരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ കീർത്തിച്ചു ചൊല്ലുന്നു. പരിശുദ്ധനാ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനാ പുത്രൻ പരിശുദ്ധൻ ജീവനുള്ളവനും പരിശുദ്ധനുമാ പരിശുദ്ധൻ നമ്മുടെ ആത്മാക്കളമേ നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള തന്നെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിന്മേലും മനസ്സലിവത്തോ കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. പുത്രയോനൽമേ
പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായി നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ തിരുവമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കുവാൻ അഭിവാഞ്ചയോടെ നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വചനകരം നീട്ടി വാഴ്ത്തുമാറാകണമേ. ഇവ അനുഭവിക്കുന്നവരുടെ മേൽ പരിശ്രമിച്ച് മേൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേൽ രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹം ചെയ്യണമേ. സൗരങ്ങളെ കർത്താവിന്റെ പൗരപ്രദമായ ബലിപീഠം പ്രാവശ്യ അനുഗ്രഹങ്ങളുടെ യാത്രാവിഷണത്തോടും കൂടി പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ വിജയശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസ സർവ്വോച്ഛമായാൽ മുദ്രയിടപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനം ഭാവിയുമായ ദാസന നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കാനിടയാവുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും ബലഹീനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു വിശുദ്ധ കുർബാനയിൽ നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത, പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത എല്ലാം തേടുകയും നമ്മിൽ നിന്നും വാങ്ങിപ്പോയ പട്ടക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മിൽ നിന്നും വാങ്ങിപ്പോയ അൽമായർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലുടനീളം ഈ ഒരു കാര്യമുണ്ട്. കാരണം മറിയാം ദിലേത്തോക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയാണ് നമ്മൾ തേടുന്നത്. അങ്ങനെ ഈ പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മോടുകൂടെ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും പരിശുദ്ധ ദൈവമാതാവും അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരും സന്നിഹിതരാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ദേവാലയത്തിൽ രണ്ട് ഭാഗത്തായി, ഒരു ഭാഗത്ത് പുരുഷന്മാരും മറ്റൊരു ഭാഗത്ത് സ്ത്രീകളും ഇരിക്കുമ്പോൾ നടുക്കുള്ള സ്ഥലം മുഴുവൻ
നിറഞ്ഞു നിൽക്കുകയാണ് വാങ്ങിപ്പോയ ആത്മാക്കൾ. അപ്പോൾ എല്ലാവരും വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൻ്റെ കാര്യം വിശുദ്ധ കുർബാന വഴി ആത്മാക്കൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെയും എൻ്റെയും ആത്മാവ്, നമുക്കെല്ലാം ശരീരം ഉള്ളതുപോലെ തന്നെ ആത്മാവുമുണ്ട്. ഈ ആത്മാവ് രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആത്മാവിനെ വേട്ടയാടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് പിശാച്. പിശാച് എല്ലാ സമയവും നമ്മുടെ ആത്മാവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പിശാചിന് നമ്മളെങ്ങനെയും അവൻ്റെ പക്ഷത്താക്കി നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ദൈവത്തിന് നേരെ തിരിച്ചാണ് ആഗ്രഹം. ദൈവത്തിന് ആഗ്രഹം നമ്മളെ എങ്ങനെയെങ്കിലും പിശാചിൻ്റെ കെണിയിൽ നിന്നും വിടുവിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലാക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും വലിയ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകണം, പിശാചിൻ്റെ ആഗ്രഹം നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകണം. അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിശാച് നമ്മളെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവൻ. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ വന്നത് തന്നെ. അപ്പോൾ ദൈവപുത്രൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ അടിമകളാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മരിക്കും. ഒരു ദിവസം നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒന്നുകിൽ അന്ധകാര ഗർത്തത്തിലേക്ക് വീഴും, ഒന്നുകിൽ അതെങ്ങനെയാണ് അന്ധകാര ഗർത്തത്തിലേക്ക് വീഴുന്നതെന്നറിയാമോ? ഏതെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്ത് അതിനെക്കുറിച്ച് ഒരു പശ്ചാത്താപവും ഇല്ലാതെ ജീവിച്ചാൽ നേരെ അന്ധകാര ഗർത്തത്തിലോട്ട് വീഴും. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തെക്കുറിച്ച് ഓർത്ത് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവേ സോറി കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ എങ്ങോട്ടേക്ക് പോകുന്നറിയാമോ? പ്രകാശ ഭവനങ്ങളിലേക്ക്. അപ്പോൾ ഈ രണ്ട് വഴിയേ നമ്മുടെ മനുഷ്യന് മുമ്പിലുള്ളൂ. ഒന്നുകിൽ പാപം ചെയ്ത് മനുഷ്യൻ അന്ധകാരത്തിലേക്ക്, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുദപിച്ച് ഒരു മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകും? സ്വർഗത്തിലേക്ക് പോകും. ഇന്ന് നമ്മൾ വിശുദ്ധന്മാരുടെ ഓർമ്മയാചരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അവരൊക്കെ പാപത്തെക്കുറിച്ച്, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല ഈ ഭൂമിയിൽ. പാപം ചെയ്യാതെ ജീവിച്ച ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അതാണ് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തിയും പാപരഹിതനായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആരുടെയെങ്കിലും ഓർമ്മ നമ്മൾ ആചരിക്കുന്നു, കുര്യാക്കോസ് സാദയുടെ ഓർമ്മ ആചരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പരിശുദ്ധന്മാരുടെ ഓർമ്മ ആചരിക്കുന്നു. ജനുവരി 17 എന്ന് പറയുന്നത് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ അന്തോണിയോസിൻ്റെ ഓർമ്മയാണ്. അദ്ദേഹം ഒരു പരിശുദ്ധനാണ്. അന്തോണിയോസ് മരുഭൂമിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് വലിയ പരിശുദ്ധനായി മാറിയ ആളാണ് സെൻറ്റ് ആൻ്റണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് ജനുവരി 17 ആചരിക്കുന്നത്. അതുപോലെ തന്നെ കുര്യാക്കോസ് സഹദ, ഇന്ന് ഈ ചാപ്പലിൻ്റെ ഓർമ്മ, ചാപ്പലിൻ്റെ പരിശുദ്ധൻ അതാണ് കുര്യാക്കോസ് സഹദ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിക്കും. അല്ലെങ്കിൽ നമ്മൾ പല ഗിവർഗീസ് സഹദയുടെ ഓർമ്മ ആചരിക്കും. മറ്റനേകം പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളിലേക്ക് ഓർമ്മ ആചരിക്കും. നമ്മൾ ഓർക്കണം, അവരൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ? പാപത്തെക്കുറിച്ച് അനുദപിച്ച് അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി. ഇനി ആരുണ്ടെങ്കിലും ഇനിയിപ്പം നമ്മൾ പാപം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അന്ധകാരത്തിലോട്ട് വീണെന്നിരിക്കട്ടെ, ഇനി രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? അത് അറിയണ്ടേ? നമ്മളിപ്പോൾ പാപം ചെയ്ത് പാപത്തെക്കുറിച്ച് അനുദപിച്ച് നമ്മൾ എന്തിനായി? സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുന്നു. ഇനി ആരെങ്കിലും പാപം ചെയ്തു, അനുദപിച്ചില്ല, അയാൾ എന്ത് ചെയ്തു? അന്ധകാരത്തിലോട്ട് വീണു. അയാൾക്ക് രക്ഷയുണ്ടോ? പരിശുദ്ധ സഭ പറയുന്നു അയാൾക്ക് രക്ഷയുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? അയാൾക്ക് വേണ്ടി അയാളുടെ ആരെങ്കിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു, ഞാൻ മരിച്ചിട്ട് അന്ധകാരത്തിലോട്ട് വീണെന്നിരിക്കട്ടെ. അപ്പം നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, കർത്താവേ ഈ തിരുമേനിയുടെ ആത്മാവിനോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? ആത്മാവിനെ എന്ത് ചെയ്യും? പതുക്കെ മേളോട്ട് കരുണ ചെയ്യും. കർത്താവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. ദൈവത്തിൻ്റെ കരുണ ജീവിതം കൊണ്ട് തീരുന്നതല്ല, മരിച്ചു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കരുണയുണ്ട്. മരിച്ചു പോയവരോടും ദൈവം എന്ത് ചെയ്യും? കരുണ ചെയ്യും. അവൻ്റെ കരുണ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? താഴോട്ട് പോകുന്ന ആത്മാവ് എന്ത് ചെയ്യും? പതുക്കെ മേളോട്ട് വരും, പ്രകാശത്തിലേക്ക് വരും. അപ്പം ഞാനും എന്ത് ചെയ്യും?
നിങ്ങൾ കർത്താവ് തിരുമേനിയോട് കരുണ ചെയ്യണേ, തിരുമേനിയുടെ ആത്മാവിനോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ നേരെ കയറിപ്പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഈ മരിച്ചുപോയ ആത്മാക്കളെ എല്ലാം ഓർക്കും. എന്താണെന്നറിയാം? കർത്താവെ മരിച്ചുപോയ ഇന്നയാളുടെ ഇന്ന് ആരുടെയോ ഓർമ്മ ആചരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് അന്ധകാരത്തിലാണെങ്കിൽ പ്രകാശത്തിലോട്ട് വരും. പ്രകാശത്തിലാണെങ്കിലോ അവർ ഓൾറെഡി പ്രകാശത്തിലാണെന്ന് വിചാരിച്ചു. നമുക്കറിയാം അന്ധകാരത്തിലാണോ പ്രകാശത്തിലാണോ നമുക്കറിയത്തില്ലല്ലോ. പ്രകാശത്തിലാണെങ്കിൽ അത് കൂടുതൽ പ്രകാശിതമാണ്. അപ്പം മരിച്ച ഒരു ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അന്ധകാരത്തിലാണെങ്കിൽ പ്രകാശത്തിലേക്ക് വരും, പ്രകാശത്തിലാണെങ്കിൽ കൂടുതൽ പ്രകാശത്തിലേക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതെന്തൊരു അത്ഭുതമാണ്. ഇതാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞു, ഇതൊരു വലിയ രഹസ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രഹസ്യം രഹസ്യം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉടയോനരുളി കേട്ടിട്ടില്ല? അങ്ങനെ ഒരെണ്ണം കാര്യമുണ്ട്. ഇതൊരു വലിയ രഹസ്യമാണ്. കാരണം ഈ രഹസ്യം ബുദ്ധിയുള്ളവർ ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ബുദ്ധി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എങ്ങനെ ബുദ്ധിയിൽ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുത്തും പിടിയും കിട്ടത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും പ്രകാശത്തിൽ ഒരാൾ ചെന്നാലുള്ള പ്രത്യേകത എന്ന് പറയും, പ്രകാശത്തിൽ ഒരാൾ ചെന്നാൽ ആ ആൾ പ്രകാശത്തിൽ എങ്ങനെയാണോ ചെന്നത്, അന്ധകാരത്തിൽ കിടക്കുന്ന ഒരാത്മാവ് നമ്മൾ പ്രാർത്ഥിച്ചു കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു, പ്രകാശത്തോട് എന്ന് വിചാരിച്ചു. പ്രകാശത്തോട് എന്നാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നറിയാവും? ആരാണോ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചത്, നമ്മളാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കണം. ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നവർ പാപമൊന്നും ചെയ്യാതിരിക്കാൻ, പാപം ചെയ്തവർ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചുപോയവരാണെങ്കിലും അന്ധകാരത്തിൽ കിടക്കുന്ന ആത്മാവാണെങ്കിൽ പ്രകാശത്തിലോട്ട് പോകാനും, പ്രകാശത്തിലുള്ള ആത്മാവാണെങ്കിൽ കൂടുതൽ പ്രകാശത്തിലോട്ട് പോകാനും മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാം? ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്താണെന്നറിയാം? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, എന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണ്? കർത്താവ് എന്നെ അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥന ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. വലിയവരുടെ പ്രാർത്ഥനയെക്കാളും കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടം. അതറിയാമോ? വലിയവർ നമ്മളിങ്ങനെ പാപം ചെയ്ത് തഴമ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ്. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കും. രാവിലെ എണീറ്റാലുടനെ ഇംഗ്ലീഷിൽ പറയട്ടെ, ജീസസ് പറഞ്ഞേ ഐ ലവ് യു. രാവിലെ എണീറ്റാലുടനെ എന്നാ പറയണം? ജീസസ് ഐ ലവ്. നിങ്ങളൊക്കെ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് പറയണം? ജീസസ് പറഞ്ഞേ ഐ ലവ് യു. പറയുന്നവർ നിങ്ങൾ ആരോടെങ്കിലും ഐ ലവ് യു പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളോട് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ഈ മാത്യൂസ് അച്ഛനോട് എന്ന് പറയാം, അച്ഛാ എനിക്ക് അച്ഛനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഹൃദയം ഒന്ന് കുളിർക്കും. ആഹാ. അല്ലെ ജോണി തളയിലൂടെ അടുത്ത് ചെന്നിട്ട് ബ്രദറിനെ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിൻ്റെ ഹൃദയം ഒന്ന് കുളിർക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിനോട് ജീസസ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കർത്താവിൻ്റെ ഹൃദയത്തിൽ, കർത്താവിൻ്റെ ഉള്ളിൽ എന്തൊരു സ്നേഹമായിരിക്കും. നിങ്ങളെ അങ്ങ് സ്നേഹം കൊണ്ട് സ്നേഹം വേണോ? ആ സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും എന്ത് പറയണം എന്നറിയാം? ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ജീസസ് ഐ ലവ്. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് പറയണം? ജീസസ്. എളുപ്പമല്ലേ? ജീസസ് ഐ ലവ് യു. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എന്ത് പറയണം? ജീസസ്. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എന്ത് പറയണം? പഠിക്കാൻ ഭയങ്കര പ്രയാസം, കണക്ക് ഭയങ്കര പ്രയാസം, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കർത്താവെ ഒന്നും പറ്റുന്നില്ല, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? പഠിപ്പിക്കും. അതുപോലെ തന്നെ കർത്താവ് എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് പറയണം? ജീസസ്. ഇന്നോട്ട് പറയണേ, ഇന്നോട്ട് പുതിയ കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിൽ സംബന്ധിക്കാൻ ഇടയാക്കി സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ സ്നേഹിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാകാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിന് കീഴിലാണ് ഈ ചിൽഡ്രൻസ് ഹോം പ്രവർത്തിച്ചു വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിവിടെ ഈ പെരുന്നാൾ ആഘോഷിക്കുകയും ഈ ശുശ്രൂഷകൾ നിറവേറ്റപ്പെടുകയും എല്ലാവരും ജോലിയോടൊപ്പം ചേർന്ന ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേർന്ന് സഹകരിക്കുന്നവരാണ്. ും
രക്ഷാഭാജനമേ ദൈവപ്രസവത്രേ തേടരുതേ മാതാവേ നൈവന്മന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ സ്വർഗത്തിലെ ഭൂമിയിലെ ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിന്റെ രോഗവിധർക്ക് സഹായങ്ങളെ ഒഴുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിൻ അദ്ദേഹത്തിന്റെ ഓർമ്മയെ ആഘോഷിക്കുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സഹായിയുടെ സൗകര്യ വൈദ്യത്തിന്റെ എല്ലാവരോടും ബലഹീന സഹായം ഭാഗ്യവാനാകുന്നു. ഏറെയായി ശബരിമല പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സൗഭാഗ്യശാലാകുന്നു. നാഥന്റെ ശ്രീകണ്ഠാരത്തിന്റെ വിചാരം ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥന പോലെ കലങ്ങൾ നീങ്ങുകയും കലഹങ്ങൾ ശാന്തമാകുകയും തർക്കങ്ങൾ ശമിക്കുകയും കോത്തിന്റെ അടികൾ നീങ്ങുകയും രോഗികൾ സുഖം പ്രാകുകയും ബലഹീന്മാർക്ക് ശക്തിയുടെ ബലമുണ്ടാകുകയും ദുഃഖത്തിലും രാത്രിശീലർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാവങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളെ മരിച്ചവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുവാനാണമേ. അങ്ങേക്ക് ശക്തി സുരക്ഷ നൽകിയാലും ഞങ്ങളുമാരും ഇപ്പോഴും എപ്പോഴും നയിക്കും സ്തുതിയും സ്തോത്രം ചെയ്യുവാനാണമേ. വർക്കമോർ ഹോശോ പോലെ സുബാൻ പ്രാർത്ഥനയിൽ സമയമേതല്ലോ മോർക്കുരിയാക്കോ സഹദാ ശുശ്രൂഷകര വൈദികരെ ഉയർപ്പിൻ വലിയൊരു നാളിൽ അവർക്ക്
ഒരിക്കൽ കൂടി അഭിനന്ദ തിരുമനസ്സനപാദങ്ങൾ നന്ദിയും ഭക്തിയാദരവുകളും സമർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹാശംസകളും നേരുകയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. യൂലിത്തീമടിയിൽ ലാളനയിൽ മേവും കുറിയാക്കോസിൻ പൂമേനി തച്ചു തകർത്തു ക്രൂരനഹോ സഹദാനിൻ ചരിതം ശ്രേഷ്ഠം. കുറിയാക്കോസ് സഹദാ നിൻ ചരിതം ശ്രേഷ്ഠം. ബാല്യത്തിൽ നിന്നുടയോനായി ജീവനതർപ്പിച്ചോനാകും നിൻ പ്രാർത്ഥന ഞങ്ങൾക്കഭയം. കുറിയാക്കോസ് സഹദാ നിൻ ചരിതം ശ്രേഷ്ഠം. ബാല്യത്തിൽ നിന്നുടയോനായി ജീവനതർപ്പിച്ചോനാകും നിൻ പ്രാർത്ഥന ഞങ്ങൾക്കഭയം.